നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ലക്നൌവിൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയൻസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഡബിൾ ഹെഡറാണല്ലോ. അപ്പോൾ അതിൽ ആദ്യ മത്സരം ഈ രണ്ട് ടീമുകൾ തമ്മിൽ ലക്നൌവിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുന്നു. ഇപ്പോൾ GTയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരം അവർ വിജയിച്ചിട്ടുണ്ട്. അവസാനം ഡേവിഡ് മില്ലർ ഓടാതെ ഇരുന്നിട്ട് ജയിച്ച കളി അത് അവർ ജയിച്ചിട്ടുണ്ട്. LSG ആണെങ്കിൽ ഇപ്പോൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. കളിച്ച 3 കളിയിൽ 2 വിജയിച്ച് 4 പോയിൻറ്റോടെ അവർ 5ാം സ്ഥാനത്താണ്. GT 3 കളികളിൽ നിന്ന് 2 പോയിൻറ്റോടെ 7ാം സ്ഥാനത്ത് നിൽക്കുന്നു. രണ്ട് ടീമിനും വിജയത്തിൽ കുറഞ്ഞൊരു ലക്ഷ്യമില്ലാത്ത മത്സരം. ഒരു കിടിലൻ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. രണ്ട് ടീമിൻ്റെയും ടീം ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ GT 5 ബൗളേഴ്സിനെ യൂസ് ചെയ്ത് മുന്നോട്ട് പോവുക, അതിലവർ കംഫർട്ടബിളാണ്. വാഷിങ്ടൺ സുന്ദർ അവർ വേണ്ട ഘട്ടങ്ങളിൽ അവർ ഉപയോഗപ്പെടുത്തുന്നു. പിന്നെ കുഷാഗ്ര ഓർ ഹോൾഡർ അത് അവർക്കൊരു ടെംപ്റ്റിംഗ് ഓപ്ഷൻസാണ്. മാറ്റങ്ങൾ വരുത്തുമോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ടീം ഇപ്പോൾ സ്റ്റെബിലിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ലെവലിൽ വലിയ മാറ്റങ്ങൾ അവരങ്ങനെ വരുത്തുന്നില്ല. ഏതായാലും ഇപ്പം അശോക് ശർമ്മ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷൻ ഈ ഒരു പ്ലേയിങ് 12-ൽ നിലനിർത്താനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഒരു പ്രോബബിൾ 12 നോക്കിയാൽ സായ് സുദർശൻ, ശുഭ്മൻ ഗില്ല്, ബട്ട്ലർ ഇപ്പോൾ ഫോമിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. സോ ജോസ് ബട്ട്ലർ അറ്റ് നമ്പർ 3. വാഷിങ്ടൺ സുന്ദർ കഴിഞ്ഞ കളിയിൽ മികച്ച പ്രകടനം നടത്തി, അദ്ദേഹം തുടരും നമ്പർ 4-ൽ. ഗ്ലെൻ ഫിലിപ്സിൻ്റെ ഫോമിൻ്റെ കാര്യത്തിലാണ് ഒരു ആശങ്ക. എന്തായാലും അദ്ദേഹം ഫോമിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്പർ 5-ൽ അദ്ദേഹം ഉണ്ടാവും. രാഹുൽ തവാട്ടിയ നമ്പർ 6-ലും ഷാറുഖ് ഖാൻ നമ്പർ 7-ലും ഉണ്ടാവും. ഒരുപക്ഷെ ഷാറുഖ് ഖാനെ മാറ്റി കുമാർ കുഷാഗ്രയെ ഇറക്കുമോ എന്നുള്ളത് കണ്ടറിയണം. റാഷിദ് ഖാൻ നമ്പർ 8-ലുണ്ടാവും. കഴിഞ്ഞ കളിയിൽ മിന്നും ബൗളിംഗ് പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. കാഗിസോ റബാദ അറ്റ് നമ്പർ 9. അശോക് ശർമ്മ നമ്പർ 10-ൽ. നമ്പർ 11 പ്രസിദ്ധ് കൃഷ്ണ. സിറാജ് നമ്പർ 12 ഇമ്പാക്റ്റ് സബായിട്ട് എത്താനുള്ള സാധ്യത കാണും. ഇതാണ് അവരുടെ ഒരു ടീം ന്യൂസ് എന്ന് പറയുന്നത്. അതേസമയം LSGയുടെ കാര്യത്തിൽ മുഹമ്മദ് ഷമി നമ്പർ 8-ൽ ബാറ്റ് ചെയ്യാൻ വരുന്നു എന്ന് പറയുമ്പോൾ ബാറ്റിങ്ങിൻ്റെ ലോവർ ഓർഡർ അത്ര റിലയബിൾ ആണോ എന്നൊരു ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ അവർക്കുള്ള ഒരു പ്രശ്നം, മിച്ചൽ മാർഷ് അത്രയധികം ഫോമിലല്ല. മാത്രമല്ല അദ്ദേഹം ഈ IPL കഴിഞ്ഞ 2 സീസണുകളായിട്ട് പന്തെറിഞ്ഞിട്ടേ ഇല്ല എന്ന കാര്യം കൂടി നോക്കുക. അപ്പം അതൊരു ഇഷ്യൂ തന്നെയാണ്. അതിനൊരു കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ എന്ത് എന്ന ചോദ്യമുണ്ട്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കൻ ലെഫ്റ്റ് ആം സ്പിന്നർ ജോർജ് ലിൻഡയെ അവർ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട്. വാനിന്ദു ഹസരംഗയ്ക്ക് പകരം റീപ്ലേസ്മെൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ അദ്ദേഹം 12-ലേക്ക് വരുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. നമ്മൾ അവരുടെ ഒരു പ്രോബബിൾ 12 നോക്കുകയാണെങ്കിൽ എയ്ഡൻ മർക്രം, മിച്ചൽ മാർഷ്, ദെൻ ഋഷഭ് പന്ത് നമ്പർ 3-ൽ, ആയുഷ് ബദോനി അറ്റ് നമ്പർ 4, നിക്കോളാസ് പൂറൻ അറ്റ് നമ്പർ 5, അബ്ദുൽ സമദ് അറ്റ് നമ്പർ 6, ദെൻ മുകുൾ ചൗധരി കഴിഞ്ഞ കളിയിലെ ഹീറോ. അദ്ദേഹം മികച്ച രൂപത്തിൽ അവർക്ക് ഫിനിഷിങ് സമ്മാനിക്കുന്നുണ്ട്. അദ്ദേഹത്തിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. മുഹമ്മദ് ഷമി നമ്പർ 8-ൽ. പിന്നെ ജോർജ് ലിൻഡെ, അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബൗളറാണ്. അത് ടീമിന് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ആവേശ് ഖാൻ നമ്പർ 10-ൽ, പ്രിൻസ് യാദവ് നമ്പർ 11, പിന്നെ നമ്പർ 12-ൽ ഇമ്പാക്റ്റ് സബൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്താൻ ദിഗ്വേഷ് റാത്തി ഉണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു 12. എന്തായാലും ഇതൊരു ഡാമാച്ചാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. പിച്ച് നമ്പർ 4 ആയിരിക്കും അവർ ഉപയോഗപ്പെടുത്തുന്നത്. യഗ്ന സ്റ്റേഡിയത്തിൽ ഈ IPL അവർ പിച്ച് നമ്പർ 4 ഉപയോഗപ്പെടുത്താൻ പോകുന്നു. സോ നല്ലൊരു മത്സരം നടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ഇന്നിങ്സിലെ ആവറേജ് സ്കോർ എന്ന് പറഞ്ഞാൽ ഇവിടെ വേരിയിങ് ആണ്. ഇതുവരെ നടന്ന കളിയിൽ 144, 166, 227 ഇങ്ങനെയൊക്കെ രൂപത്തിൽ വന്നിട്ടുണ്ട്. അത് ചേസ് ഡൗൺ ചെയ്യുന്നതും പലപ്പോഴും കണ്ടിട്ടുണ്ട്. സോ നല്ലൊരു സ്കോറിങ് നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.